ചില സൗഹൃദങ്ങൾ നല്ല അടിപൊളി വൈൻ പോലെയാ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയോ? എന്താന്ന് വെച്ചാ, വൈനിന് പഴകും തോറും വീര്യം കൂടും. അതുപോലെ തന്നെ ചില സൗഹൃദങ്ങൾക്ക് പഴകും തോറും അത് വളരെ സ്ട്രോങ് ആയിട്ടും ദൃഢമായിട്ടും വരും. അതെ, ഇന്ന് നമ്മളിപ്പോ നിൽക്കുന്നത് കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഞാനും ജോൺസണും ശ്രേയയും ഉണ്ട്. ഞങ്ങൾ ഇന്ന് വന്നിട്ട് എവിടെയെങ്കിലും പോവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ല. ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആള് കുറച്ചു കാലത്തെ UK വാസത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. ഏകദേശം 3-3.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നേരത്തെ തന്നെ ചെന്ന് ആളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ശ്രേയയുടെ ഒരു ലോഡ് കോപ്രായം, മിമിക്രി, ഡാൻസ്, പല പല ഐറ്റംസ് ഇതിനകത്ത് കാണാൻ പറ്റും. ജോൺസണും ശ്രേയ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന എന്താണേലും അറിയത്തില്ല. ഞങ്ങൾ ചെന്ന് നിന്നിട്ട് ഏകദേശം അരമണിക്കൂർ എടുത്തു ആളെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി. ആൾക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് 2:30 കേട്ടോ. അപ്പം മീറ്റ് ചെയ്യാൻ ആകപ്പാടെ 20 മിനിറ്റ് കിട്ടി. പക്ഷെ ആ 20 മിനിറ്റും ഒരുപാട് പ്രഷ്യസ് ആയിരുന്നു എന്ന് തോന്നിപ്പോയൊരു ദിവസം ആയിരുന്നു ഇത്. കാര്യം, നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മൾ ഒഴിവാക്കിയതുമില്ല. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തപ്പോഴും ആ സെയിം വൈബിൽ നിൽക്കുകയും ചെയ്തു. സോ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ഫ്രണ്ട്ഷിപ്സ് അത് വളരെ സ്പെഷ്യൽ ആണ്. ആൻഡ് ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിടാനും പാടില്ല. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ലോഡ് സെൽഫികൾക്ക് ശേഷം ആളെ തിരിച്ച് ഞങ്ങൾ കയറ്റി വിട്ടു.